ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോം ജെറി ആൻഡ് എനേമീസ് എന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മഴയുള്ള ഒരു തണുത്ത വെളുപ്പാങ്കാലം. അപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടി അകത്ത് പരിപാടികൾ തകൃതിയായി നടക്കുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്കൊക്കെ മഴ ആയതുകൊണ്ട് തന്നെ പുതച്ചു മൂടി കിടക്കുമ്പോൾ അവർക്ക് എണീറ്റ് ഒരുങ്ങാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ എന്തൊക്കെ ആയാലും നമ്മുടെ അലങ്കൃത കുട്ടി എണീറ്റ് ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അടുക്കളയിൽ കണ്ടില്ലേ, ബ്രേക്ക്ഫാസ്റ്റ്, ചോറ്. അപ്പോൾ എല്ലാ വീട്ടിലും, ഇവിടെ മാത്രമല്ല എല്ലാ വീട്ടിലും അതിരാവിലെ ബ്രേക്ക്ഫാസ്റ്റും ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാൻ അപ്പവും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. പുറത്ത് നല്ല തോരാ മഴ ഇത് ശക്തമായ മഴ ഇല്ലെങ്കിലും മഴ തോരുന്നില്ല. വെയിൽ കണ്ടിട്ടൊക്കെ കുറച്ച് ദിവസമായി. അപ്പോൾ അങ്ങനെ ഒരു മഴയാണ്. അപ്പോൾ മിക്ക ദിവസവും രാവിലെയാണ് മഴ. അതുകൊണ്ട് തന്നെ കൊച്ചു പിള്ളേർക്ക് സ്കൂളിൽ പോകാനായിട്ട് ഭയങ്കര മടിയുള്ള രാവിലെ സമയം. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകും കേട്ടോ. നമ്മൾ തറയിലിരുന്നാണ് കഴിക്കുന്നത്. വേറൊന്നും കൊണ്ടില്ല, തറയിലിരുന്ന് നിന്ന് ടി വിയിൽ കണ്ടുകൊണ്ടാണ് അപ്പവും കറിയൊക്കെ കഴിക്കുന്നത്. എന്താ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. മഴയുടെ ഭംഗിയാണോ ഇത്, അഭംഗിയാണോ ഇത്, നിങ്ങൾ തന്നെ ചെയ്യുന്നത്. കൊണ്ടുപോകാൻ വല്ല വിപുലമായ കറികളൊന്നുമില്ല, ചെറിയ ഒരു തട്ടിക്കൂട്ടൽ പരിപാടി, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ചോറും കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്തുവാ? പാത്രം കഴുകുക. ഇപ്പോൾ അടുക്കളയുടെ കോലം കരിമ്പിൻ കാട്ടിൽ ആന കയറിയ അവസ്ഥയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞതാണ് നമ്മുടെ അലങ്കൃത കുട്ടി റെയിൻകോട്ടൊക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ റെഡിയായി ഇരിക്കുകയാണ്. ഇപ്പോൾ ആരെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ ശാലുവും ചിന്മയും കൂടെ വരുന്നുണ്ട്. ചിന്മയക്കുട്ടി വന്ന് വിളിച്ചുകൊണ്ട് എന്നും ഇങ്ങനെയാണ്, അവൾ ഒരുങ്ങി വന്ന് ഇവളെ വിളിച്ചിട്ട് ബസ് കയറാനായിട്ട് പോകും. ആൺകുട്ടി എനിക്ക് ടാറ്റയൊക്കെ തന്ന് ഉമ്മയൊക്കെ തന്നിട്ട് പോവാണ്. സ്കൂളിൽ ടൈം ടേബിൾ അനുസരിച്ച് ഇപ്പോൾ എല്ലാ ദിവസവും ബുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റാണ്. ഏകദേശം 8-9 വിഷയം ഒരു ദിവസം തന്നെ കൊണ്ടുപോകാൻ. ടെസ്റ്റും ബുക്ക്, ചോറ്, വെള്ളം, എല്ലാ കുട്ടികളും ഇങ്ങനെ ഇടിഞ്ഞു തൂങ്ങിയ കണക്കാണ് പോകുന്നത്. അപ്പോൾ ബസ്സിപ്പോൾ വരും. ബസ് കാത്തിരിക്കുകയാണ്. നമ്മൾ NVUPS വയലയുടെ ബസ് കാത്തു നിൽക്കുകയാണ് എല്ലാവരും. എട്ടര ആകുമ്പോഴത്തേക്ക് ബസ് എത്തും.
കുട്ടികളെ ബസ്സൊക്കെ കയറ്റിയിട്ടിട്ട് നമ്മളെ ശാലക്കുട്ടി തിരിച്ചു വരുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഞാനിത് വെറുതെ എടുത്തതാണ് കേട്ടോ. കുറേ നാളായി ഈ യൂട്യൂബ് ചത്ത് മതവിച്ച് കിടക്കുന്നത് കാരണം ഇന്ന് വെറുതെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ.